സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 4 ലക്ഷം പേർ, 160 ചർച്ച് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. ഖാർത്തൂം. വടക്കുകിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രമായ സുഡാനിൽ 4 വർഷമായി നടന്നുവരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ 12 ദശലക്ഷത്തിനും 14 ദശലക്ഷത്തിനും ഇടയിൽ ആളുകൾ നിർബന്ധിതമായി പലായനം ചെയ്യപ്പെട്ടതായും 20 ദശലക്ഷം ആളുകൾ കടുത്ത പട്ടിണി അനുഭവിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2023 സുഡാൻ സൈന്യത്തിലെ വിഭാഗങ്ങൾ തമ്മിലുള്ള അക്രമാസക്തമായ യുദ്ധത്തിൽ ഇതുവരെ 60,000 മുതൽ 4 ലക്ഷം വരെ ആളുകൾക്ക് ജീവൻ നഷ്ടമായി. സുഡാനീസ് സായുധ സേനയും അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള അധികാര പോരാട്ടത്തിൽ നിസ്സഹായരായ സാധാരണക്കാരാണ് കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത്. ഇവരിൽ പലരും ചിലപ്പോൾ അക്രമാസക്തമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുകയോ ബാലസൈനികരായി റിക്രൂട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. രാജ്യത്തെ 5% വരുന്ന ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവരും കടുത്ത പീഡനങ്ങളെ നേരിടുന്നു. ലോകത്തിലെ ഏറ്റവും മോശമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഓപ്പൺ ഡോർസ് റാങ്ക് ചെയ്ത സുഡാൻ 4-ാം സ്ഥാനത്താണ്. ക്രിസ്ത്യാനികളെ സംശയത്തോടെയാണ് മറ്റുള്ളവർ കാണുന്നത്. അക്രമങ്ങളെ തുടർന്ന് കുടിയിറക്കപ്പെടുന്നവരിൽ ക്രൈസ്തവരുമുണ്ട്. ഇവർക്ക് അധികാരികളിൽ നിന്നും നിയമപരമായ പിന്തുണയോ സ്വീകരണമോ ലഭിക്കുന്നില്ലെന്ന് പരാതികളുയരുന്നു. യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുപ്രകാരം യുദ്ധം ആരംഭിച്ചതിനുശേഷം രാജ്യത്ത് 160-ലധികം ക്രിസ്ത്യന് ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത്. ഇവരിൽ പലരും ചിലപ്പോൾ അക്രമാസക്തമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുകയോ ബാലസൈനികരായി റിക്രൂട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. രാജ്യത്തെ 5% വരുന്ന ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവരും കടുത്ത പീഡനങ്ങളെ നേരിടുന്നു. ലോകത്തിലെ ഏറ്റവും മോശമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഓപ്പൺ ഡോർസ് റാങ്ക് ചെയ്ത സുഡാൻ 4-ാം സ്ഥാനത്താണ്. ക്രിസ്ത്യാനികളെ സംശയത്തോടെയാണ് മറ്റുള്ളവർ കാണുന്നത്. അക്രമങ്ങളെ തുടർന്ന് കുടിയിറക്കപ്പെടുന്നവരിൽ ക്രൈസ്തവരുമുണ്ട്. ഇവർക്ക് അധികാരികളിൽ നിന്നും നിയമപരമായ പിന്തുണയോ സ്വീകരണമോ ലഭിക്കുന്നില്ലെന്ന് പരാതികളുയരുന്നു. യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുപ്രകാരം യുദ്ധം ആരംഭിച്ചതിനുശേഷം രാജ്യത്ത് 160-ലധികം ക്രിസ്ത്യന് ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട്.